പ്രേംലാലേട്ടാ, പാകിസ്ഥാന്റെ ഭരണം ഇമ്രാൻഖാന്റെ ഭാര്യയുടെ കൈകളിലേക്ക് എത്താൻ ഇനി അധിക നാളുണ്ടാവില്ല എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഈ ഇമ്രാൻഖാൻ ഒന്ന് രണ്ട് ഭാര്യമാരുണ്ട്. ഇതിൽ ഏത് ഭാര്യയുടെ കയ്യിലേക്കാണ് ഈ സ്ഥാനം എത്തുന്നത്? എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കാൻ പോകുന്നത്? ഈ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും ആ സൗരഭ്യം എന്നാണല്ലോ. അപ്പോൾ ഇമ്രാൻഖാന്റെ മുൻ ഭാര്യയ്ക്ക് ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ ഗുണങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇമ്രാൻഖാൻ അദ്ദേഹം ഇപ്പോൾ മുൻ പ്രസിഡന്റാണ്, മുൻ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ നിലവിൽ ജയിലിലാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര്. ആ പാർട്ടിയാണ് പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ ഏറ്റവും ശക്തമായ പാർട്ടി. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടി ഇമ്രാൻഖാൻ്റെ പാർട്ടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അധികാരത്തിൽ വരാൻ സാധിച്ചില്ല. മറ്റ് കക്ഷികൾ, അതായത് ഈ ബിലാവൽ ഭൂട്ടോയുടെ പാർട്ടി അടക്കം മറുപക്ഷത്ത് ചേർന്ന് അവരൊരു സഖ്യകക്ഷിയായിട്ടിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇമ്രാൻഖാൻ്റെ കഷ്ടകാലവും തുടങ്ങുന്നത് അതോടുകൂടിയാണ്. അധികാരത്തിൽ വരാൻ സാധിക്കാത്തതോടുകൂടി ഇമ്രാൻഖാൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത്. ഈ പാകിസ്ഥാനൊരു പൊതു ചിത്രമുണ്ട്. അതായത് ഒരു ഭരണമാറ്റം ഉണ്ടായാൽ അതുവരെ ഭരിച്ചുകൊണ്ടിരുന്നവരുടെ സ്ഥാനം പിന്നെ ജയിലിലായിരിക്കും. പല ഉദാഹരണങ്ങളുണ്ട്. അതായത് ബേനസീർ ഭൂട്ടോ ഉദാഹരണമുണ്ട്, നവാസ് ഷെരീഫ് ഉദാഹരണമായിട്ടുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് ഇമ്രാൻഖാനും ഉള്ളത്. അതായത് ഈ എന്താ പറയുക, രാഷ്ട്രീയ വിരോധം തീർക്കുക, പക തീർക്കുക എന്നുള്ളത് അവിടെ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ്. അതിൻ്റെ ഒരു ഇര കൂടിയാണ് ഇമ്രാൻഖാൻ. ഇപ്പോൾ ഇമ്രാൻഖാൻ ധന്യ പറഞ്ഞല്ലോ, ഇമ്രാൻഖാൻ ഒരുപാട് ഭാര്യമാരുണ്ടെന്ന്. ഒരുപാടൊന്നും ഇല്ല, ഒരു 3 ഉള്ളേ. അപ്പോൾ ആദ്യത്തെ ഭാര്യ ജമീന ഗോഡ് സ്മിത്ത് എന്നാണ്. അപ്പോൾ പേര് പോലെ തന്നെ അവരൊരു വിദേശിയാണ്, ഒരു ഇംഗ്ലീഷ് ടെലിവിഷൻ ആങ്കറായിരുന്നു. അവരുടെ കല്യാണം 1995 2004 രണ്ടുപേരും വേർപിരിഞ്ഞു. പിന്നെ ഒരു ബ്രേക്ക് എടുത്തു ഇമ്രാൻഖാൻ. ബ്രേക്ക് എടുത്തിട്ട് 2015 ഈ പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഈ കഥാപാത്രമായ റഹം ഖാൻ, അവരാണ് ഇപ്പോൾ സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത്. 2015 വിവാഹം കഴിച്ചു. ആ വർഷം തന്നെ ആ ബന്ധം വേർപെടുത്തി. പിന്നീട് ഒരു 3 വർഷം കൂടി കഴിഞ്ഞ് 2018 ഇപ്പോൾ നിലവിലുള്ള ഭാര്യയായ ബുഷറ ബീബി എന്ന് പറയുന്ന സ്ത്രീയെ ഇമ്രാൻഖാൻ കല്യാണം കഴിക്കുന്നു. ഇമ്രാൻഖാൻ ഇപ്പോൾ 73 വയസ്സുണ്ട്. അദ്ദേഹത്തിന് 14 വർഷം തടവിന് വിധിച്ചിരിക്കുകയാണ്. അത് 14 വർഷം എന്ന് പറയുന്നത് പല കേസുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ 100-150 വർഷത്തെ ശിക്ഷയുണ്ട്. 73 വയസ്സുകാരനായ ഇമ്രാൻഖാൻ അദ്ദേഹം ഈ ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ ഒരു തരത്തിൽ പോലും ആ ശിക്ഷ ഇളവ് വേണമെന്നോ തൻ്റെ നിരപരാധിത്വം വാദിച്ച് തെളിയിക്കാനോ മെനക്കെട്ടില്ല. അതിന് താല്പര്യമില്ല. ഈ കേസ് തന്നെ ഇല്ലാത്തതാണെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു വാദം. ഇപ്പോൾ ഈ ജയിലിന് പുറത്തുള്ള ഇമ്രാൻഖാനേക്കാൾ ശക്തനാണ് ജയിലിനകത്തുള്ള ഇമ്രാൻഖാൻ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പോലും ലാഹോർ, അതായത് പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ലാഹോറിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം അവിടെ അരങ്ങേറി. അവർ പ്രതിഷേധ പരിപാടികൾ അനൗൺസ് ചെയ്തിരുന്നത് ഓഗസ്റ്റ് 5 പക്ഷേ ഈ ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ മുഖ്യമന്ത്രി, അത് ഈ തെഹ്രീക്കെ ഇൻസാഫിൻ്റെ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് അലി അമീൻ ഗന്ദാപൂർ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം അവിടെ അരങ്ങേറി. അവിടെ പോലീസ് ഇടപെട്ടു. 10-20ഓളം പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അങ്ങനെ സംഗതികളൊക്കെ ഉണ്ട്. രസകരമായ സംഗതി എന്തെന്നാൽ, ഈ അസീം മുനീർ അമേരിക്കയിലേക്ക് പോയല്ലോ. അപ്പോൾ അമേരിക്കയിലേക്ക് പോയപ്പോൾ അവിടെ പോലും ഈ തെഹ്രീക്കെ ഇൻസാഫിൻ്റെ പ്രവർത്തകർ പ്രതിഷേധ പരിപാടികളുമായിട്ടൊക്കെ വന്നിരുന്നു. കാര്യം അവരുടെ മുഖ്യ ശത്രു നിലവിൽ അവിടെ ഭരിക്കുന്ന ഷഹബാസ് ഷെരീഫ് അല്ല, അസീം മുനീറാണ്. അപ്പോൾ അസീം മുനീറിനെതിരെ അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടികളൊക്കെ അരങ്ങേറിയിരുന്നു അമേരിക്കയിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇമ്രാൻഖാൻ്റെ ഭാര്യ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇമ്രാൻഖാൻ്റെ രാഷ്ട്രീയ കരിയർ തനിക്ക് ഗുണം ചെയ്യുമോ ഇല്ല എന്നുള്ളൊരു ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങുക. ഈ റഹം ഖാൻ എന്ന് പറയുന്ന ഈ ഭാര്യ 1 വർഷം മാത്രമാണ് അവരുടെ ബന്ധം ഉണ്ടായിരുന്നത്. അവരൊരു വനിതാ മാധ്യമ പ്രവർത്തകയാണ്. അവരിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിയുടെ മേലങ്കിയെടുത്ത് അണിയുകയാണ്. അവർ തന്നെ പറയുന്നു, ഞാൻ ഇതുവരെ ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥാനമോ വഹിച്ചിട്ടില്ല. ആകെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അത് അറിയാമല്ലോ, നമ്മൾ ഇമ്രാൻഖാന് വേണ്ടിയിട്ടാണ്. ഭാര്യ എന്ന നിലയിൽ അവർ ഇമ്രാൻഖാനെ പിന്തുണച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത്, നിലവിൽ അവിടെ പാകിസ്ഥാനിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ജനങ്ങളുടെ യഥാർത്ഥ വികാരം പ്രകടമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ജനവികാരം പ്രകടമാക്കാൻ, ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയാണ്
തൻ്റെ പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അവരുടെ പാർട്ടിയുടെ പേര് പാകിസ്ഥാൻ റിപ്പബ്ലിക് പാർട്ടി എന്നാണ് പാർട്ടിയുടെ പേര് അവരെ പ്രഖ്യാപിച്ചു. കറാച്ചിയിൽ നടന്ന ഒരു അവിടുത്തെ പ്രസ് ക്ലബ്ബിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിനാണ് അവരിവിടെ പ്രഖ്യാപിച്ചത്. അപ്പോൾ അവർ അവിടെ പറയുന്നത്, ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്ത് കാര്യങ്ങളുണ്ടായാലും പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെ വെച്ച് തന്നെയായിരിക്കും. കാര്യം മാധ്യമപ്രവർത്തകർ അവർക്ക് ജീവിതകാലത്തിൽ അല്ലെങ്കിൽ അവരുടെ മോശം സമയത്തൊക്കെ വലിയ പിന്തുണ കൊടുത്തു. അതുകൊണ്ട് കറാച്ചി പ്രസ് ക്ലബ്ബിലായിരിക്കും തൻ്റെ ഇനിയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ എന്നുള്ളത് പറയുന്നത്. കറാച്ചിയും പ്രസ് ക്ലബ്ബ് ഉണ്ടല്ലേ? ഉണ്ടാവും, എല്ലായിടും മാധ്യമപ്രവർത്തകർ എല്ലായിടും ഉണ്ടല്ലോ, പാകിസ്ഥാനിൽ ഇല്ലാന്നില്ല, എല്ലായിടും ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഇത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിരിക്കും തൻ്റെ പാർട്ടി. ഭരണകർത്താക്കളെ ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ മറക്കുന്നവരായിരിക്കില്ല തൻ്റെ പാർട്ടിയിലുള്ളവരെന്നാണ് പറയുന്നത്. പിന്നെ നിലവിലുള്ള ഭരണത്തിലും നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലും ജനങ്ങൾക്ക് കടുത്ത അതൃപ്തിയും അസംതൃപ്തിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിരിക്കും തൻ്റെ ലക്ഷ്യം. പിന്നെ തൻ്റെ പാർട്ടി വെറും ഒരു രാഷ്ട്രീയ പാർട്ടി, അങ്ങനെ ഒരു കൂട്ടായ്മയല്ല, അതൊരു വലിയൊരു ജനമുന്നേറ്റത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഇപ്പോൾ പോലും അതായത് പാകിസ്ഥാനിലെ കുടിവെള്ളത്തിൻ്റെ അഭാവം നിലനിൽക്കുന്നു, അടിസ്ഥാന ആരോഗ്യ സംവിധാനത്തിൻ്റെ അഭാവം നിലനിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം. അധികാരത്തിൻ്റെ പിന്നാലെ പോകലല്ല, ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഒരു ഭാഗം. പിന്നെ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഈ പാകിസ്ഥാനിലെ ഈ തോൽവി ഭയക്കുന്ന ജനപ്രതിനിധികളൊക്കെ ഒരേ സമയം പല സീറ്റിൽ മത്സരിക്കും. അപ്പോൾ ആ പരിപാടി തൻ്റെ പാർട്ടിയിലില്ല എന്നും റഹംഖാൻ പറയുന്നു. അപ്പോൾ നിലവിൽ പാകിസ്ഥാൻ്റെ ഒരു പൊതു രാഷ്ട്രീയ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ഏത് രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ റോൾ ചെയ്യുന്നതെന്നുള്ളതുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പാർട്ടിയും കൂടി വരുന്നു എന്നതിനപ്പുറം എന്തെങ്കിലും കാര്യമായ ഒരു ചലനം ഈ റഹംഖാന്, അതായത് ഇമ്രാൻഖാൻ്റെ മുൻ ഭാര്യ എന്ന നിലയിൽ റഹംഖാന് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനിയും വ്യക്തതയില്ല. കാരണം ഇമ്രാൻഖാൻ എന്ന് പറയുന്നത് പാകിസ്ഥാന് ഏകദിന ലോകകപ്പിൽ ആകെക്കൂടെ ഒരു ഏകദിന ലോകകപ്പ് അവർക്ക്, പാകിസ്ഥാനിൽ ക്രിക്കറ്റ് വളരെ പ്രചാരത്തിലുള്ള ജനപ്രിയമായ ഒരു കായിക ഇനമാണ്. അപ്പോൾ ഒരു ലോകകപ്പ് നേടിക്കൊടുത്ത ഒരു ക്യാപ്റ്റൻ എന്ന പരിവേഷം അയാൾക്ക് ഒരുപാട് ജനപിന്തുണ കിട്ടിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് പെട്ടെന്ന് ജനപിന്തുണ കിട്ടുകയും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആദ്യവട്ടം അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്നാൽ രണ്ടാം വട്ടം അദ്ദേഹം വിജയകരമായി തെരഞ്ഞെടുപ്പിൽ നേരിടുകയും അധികാര സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഇമ്രാൻഖാൻ ഉണ്ടായ ആ ജനപ്രീതിയും ജനപിന്തുണയും അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ആയ ഇവർക്ക് റഹംഖാന് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഏതായാലും അവരൊരു ശ്രമം നടത്തി നോക്കുന്നു. പാകിസ്ഥാൻ്റെ പൊതു രാഷ്ട്രീയത്തിൽ നമുക്കറിയാമല്ലോ, അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ റോളൊന്നുമില്ല, സൈന്യത്തിനാണ് പിന്തുണയുള്ളത്. അപ്പം അങ്ങനെ ഒരു ചിത്രമുള്ള രാജ്യത്ത് ഒരു വനിതാ നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് എത്രത്തോളം മുമ്പോട്ട് പോകാം. ബേനസീർ ഭൂട്ടോയുടെയൊക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എന്നിരുന്നാലും ഒരു ഇമ്രാൻഖാനുമായിട്ട് ഒരു മുൻ ഭാര്യ എന്ന് മാത്രം കാര്യമായ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ഇവർക്ക് എത്രത്തോളം മുന്നേറാനാകും എന്നുള്ളത് നമുക്ക് കാണേണ്ടി വരും.